കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്ന് തൊട്ട് ഗോമതിയുടെ അതോടൊപ്പം തന്നെ ബാലന്റെ വിശേഷം ഞാൻ ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ. പ്രമോ വിശേഷമുണ്ട്, ഫുൾ വിശേഷം ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണുന്നവരെല്ലാം കയറി കാണണം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും വിശേഷത്തിൽ കാണിക്കുന്ന വരുൺ വന്ന് ഗീതുവിനോട് മാപ്പ് പറയുന്നുണ്ട്. ഒരബദ്ധം പറ്റിപ്പോയി, തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാം. അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് കാഞ്ചന പമ്മി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കാഴ്ച ഗീതു കണ്ടു. പെട്ടെന്ന് ഗീതു കാഞ്ചനയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. കാഞ്ചനക്ക് എന്തിനവിടെ മറിഞ്ഞു നിന്നേന്ന് ചോദിക്കുക. ഒന്നുമില്ല, കാഞ്ചനക്കയുടെ ഇതേ മാറ്റി തരുന്നുണ്ട്. കാഞ്ചനക്കേക്ക് ഈ അസുഖം മാറ്റാറായില്ലല്ലേ? അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കില്ലെന്ന് പറഞ്ഞോലെ അതേ സ്വഭാവം തന്നെയാ കാഞ്ചനക്കേക്ക് അല്ലേന്ന് ചോദിക്കുക. അല്ല ഗീതു പാപ്പ, ഞാൻ കൂടുതലൊന്നും പറയണ്ട, സത്യം പറ, ആരാ പറഞ്ഞത് കണ്ണേറ്റ ക്ഷേത്രത്തിലേക്ക് പോയെന്ന്? കാഞ്ചനക്കയാണല്ലോ വന്ന് പറഞ്ഞ് കണ്ണേറ്റ ക്ഷേത്രത്തിലേക്ക് പോയെന്ന്. കാഞ്ചനക്കയുടെ ആരാ പറഞ്ഞു ചോദിക്കാം. അല്ല അത് പിന്നെ ഞാനേ പറയുന്ന കേട്ട. ആര് പറയുന്ന കേട്ടെ? അവര് പറയുന്ന കേട്ടാന്ന്. ആര്? ഗോവിന്ദേണ്ണ. പിന്നീട് കാഞ്ചന പറയാ, അയ്യപ്പേട്ട ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് അങ്ങോട്ട് ഗോവിന്ദമാമ ചെന്ന്. ഗോവിന്ദേട്ടൻ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നപ്പോ അയ്യപ്പേട്ടൻ പെട്ടെന്ന് പറഞ്ഞു, അതെ വരണ അവിടെ തന്നെ ഉണ്ട്, കൂടെ ആ യക്ഷിയും ഉണ്ടെന്ന് പറയാണ്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ബാ അയ്യപ്പേട്ടൻ, നമുക്ക് അവിടെ വരെ പോവാന്ന് പറയണ. ഈ സമയത്ത് അയ്യപ്പേട്ടൻ ശരി അങ്ങോട്ട് ചെല്ലാൻ രണ്ടെണ്ണത്തിനും വലിച്ചു കയറണം എന്ന് പറയണം. പെട്ടെന്ന് ഗോവിന്ദൻ പറഞ്ഞു, അതെ അത് മാത്രമല്ല, ഇന്ന് ഞാനൊരു വെടിക്കൂട്ട് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോകുന്നേ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഗീതി ചോദിച്ചു, അല്ല ഇതിനകത്ത് എവിടെ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം പറഞ്ഞേ? കണ്ണേട്ട് ക്ഷേത്രത്തിൽ പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല അത് പിന്നെ വെടിക്കൂട്ട് നടത്താന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലല്ലേ വെടിക്കൂട്ട് നടത്താൻ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഊഹിച്ചു. ഇത് കേട്ടതും ഗീതു എന്ത് ചെയ്യാണ്? കാഞ്ചനയുടെ കയ്യെ പിടിച്ച് വട്ടം കറങ്ങണം. അയ്യോ ഗീതു പാപ്പ, എന്നെ വിടാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഗീത വിട്ടില്ല. ഗീതു വട്ടം കറക്കി കഴിഞ്ഞപ്പോഴത്തേനും കാഞ്ചനയ്ക്ക് തല ഇറങ്ങി കാഞ്ചന താഴെ വീഴുവാണ്. പിന്നീട് ഗീതു നേരെ മുറിയിലേക്ക് കയറി ചെല്ലുക. മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഗോവിന്ദനുണ്ട് അവിടെ. ചെന്ന് കഴിഞ്ഞ ഉടനെ ചോദിച്ചു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വരുണേട്ടനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഗോവിന്ദേട്ടൻ എന്ത് മാജിക്കാ കാണിച്ചെന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗോവിന്ദൻ നമ്പരുന്നു. അല്ല തിരിച്ചു കൊണ്ടുവരിക മാത്രമല്ല, രേഖയച്ചൊരു ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തു. പഴയ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ മാപ്പ് പറയുകയും ചെയ്തു. അതിനുവേണ്ടി ഗോവിന്ദേട്ടൻ എന്താ ചെയ്തതെന്ന് ചോദിക്കണം. പെട്ടെന്ന് ഗോവിന്ദൻ ഒന്നും മിണ്ടിയില്ല. സത്യം പറ ഗോവിന്ദേട്ട, കാര്യം എന്താന്ന് പറയണം. അല്ല അത് പിന്നെ ഞാൻ കൂടെ ഇരുന്ന് കള്ളത്തരൊന്നും പറയണ്ട, എന്തോ കാര്യം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കാരണവശാലും വരുണേട്ടന്റെ മനസ്സിന് ഈ മാറ്റം ഉണ്ടാകത്തില്ല. അതിപ്പം വരുണേട്ടൻ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലേ, ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആരുടേതും പറയുമോ? പോയി ഇല്ല, പറയത്തില്ല. രേഖയോട് പോയി പറയോ? ഇല്ല പറയത്തില്ല. സത്യം സത്യമായിട്ടും പറയത്തില്ല. സമാധാനമായില്ലേ? പിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെങ്കിൽ അതിന്റെ കാരണമുണ്ട്. ഞാൻ രേഖയുടെ കണ്ണുകളിൽ ആ പ്രണയം കണ്ടായിരുന്നു പറയാണ് വരുന്നോടല്ലേ. എപ്പം? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയാണ്. എന്റെ പൊന്നെ, ഈ മനുഷ്യത് എന്തൊരു മനുഷ്യനാ! അങ്ങനെയാണെങ്കിൽ ഇങ്ങേർക്ക് സ്വന്തം ഭാര്യയുടെ കണ്ണുകളിലുള്ള പ്രണയം പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. രേഖച്ചിന്റെ മനസ്സിലും കണ്ണിലുള്ള പ്രണയം തിരിച്ചു പറയാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് ഗീതു പറഞ്ഞു, കൊള്ളാം, നല്ല ഫസ്റ്റ്. സ്വന്തം ഭാര്യയുടെ കണ്ണുകളിലുള്ള പ്രണയം തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞേ. ഭാര്യയുടെ കണ്ണുകളിൽ നീ ഇപ്പൊ എന്താ പറഞ്ഞേ? അല്ല ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല, ഇങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. ജയഹേച്ചിയുടെ കണ്ണിലെ പ്രണയം തിരിച്ചറിഞ്ഞല്ലോ എന്നോർത്ത് പറഞ്ഞ. പെട്ടെന്ന് ഗോവിന്ദന് ഞെട്ടി. അയ്യപ്പൻ ഇനി എന്തേലും പറഞ്ഞു കാണോ? തന്റെ മനസ്സിലുള്ള പ്രണയം എന്തായാലും ഗീതിനോട് തുറന്നു പറഞ്ഞാണ്. അങ്ങനെ വരാൻ വഴിയൊന്നുമില്ല. അല്ല ഗോവിന്ദൻ എന്താ ആലോചിക്കുന്നത്? ഒന്നും ആലോചിച്ചില്ല, ഞാൻ വെറുതെ വന്ന്. എന്നാ സത്യം പറ, കാര്യം എന്താന്ന് പറയണേ. പിന്നീടാണ് ഗോവിന്ദ് കാര്യങ്ങളൊക്കെ പറയണേ. വരുണിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ സമയത്ത് ഗീത ഒരു കാര്യം കൂടി ചോദിച്ചായിരുന്നു. അല്ല ഇത്ര വലിയ ആളാണെങ്കിൽ എന്തുകൊണ്ടാ രഞ്ജുവിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടായിരുന്നേ? രഞ്ജുവിനെ ധ്യാനിനെ കൂടെ ഒന്നിപ്പിക്കായിരുന്നു. എന്താന്ന് വലിയ കഴിവുള്ള ആളാന്നല്ലേ വീമ്പിളക്കുന്നേ, പിന്നെ എന്താ ചെയ്യാത്തേന്ന്. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, അല്ല അത് പിന്നെ എനിക്ക് രഞ്ജുവിനെയും ധ്യാനിനെ ഒന്നിപ്പിക്കണം അത്ര പെട്ടെന്ന് തോന്നിയില്ല, അതുകൊണ്ടാ. വെറുതെ കള്ളത്തരം പറയല്ലേ കണ്ണേട്ടാ, എനിക്ക് മനസ്സിലായി. ഇത് വെറുതെ ഒരു തവണ ഒരു ചക്ക വീണ് മൊഴി അത്തെന്ന് പറഞ്ഞ പോലെയുള്ള അവസ്ഥയാ. എന്തോ ഒരു ഊടായ്പ കാണിച്ച് വരുണേട്ടനെ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ ധ്യാനെ കൊണ്ടുവരാൻ പറ്റില്ലല്ലേ? അല്ല പിന്നെ ധ്യാൻ അങ്ങനെയല്ലോ. വരുണിനെ പോലെയാണോ ധ്യാന്? അവൻ അങ്ങനെയൊന്നുമല്ല. അവൻ ബുദ്ധിമാൻ മാത്രമല്ല, അവന് വരുണിനെ ഒപ്പം ധ്യാനെ കൂട്ടാനും പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ സ്വന്തം അനിയനെ പോലെയല്ല ധ്യാനം എന്നുള്ള കാര്യം നന്നായിട്ട് ഗോവിന്ദേട്ടൻ അറിയാല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗോവിന്ദന് മനസ്സിലായി ഗീതന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാന്ന്. ഗീത പെട്ടെന്ന് പറഞ്ഞു, അതെ ഇനി ഒളിക്കാനും മറയ്ക്കാനും ശ്രമിക്കണ്ട. വരുണേട്ടന്റെ സ്വഭാവം കുറെയൊക്കെ ഗോവിന്ദന് അറിയാന്ന് എനിക്ക് മനസ്സിലായി. അതൊക്കെ പോട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്കിപ്പോ ഈ കാര്യം അറിഞ്ഞാൽ മതി. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന്
രേഖ വെച്ചിട്ട് അത്ര സ്നേഹത്തോടെ വരനേട്ടൻ പെരുമാറണമെങ്കിൽ ഗോവിന്ദേട്ടൻ എന്തോ ചെയ്തിട്ടുണ്ട്. കാര്യം എനിക്ക് അറിയണമെന്ന് പറയാണ്. അവസാനം ഗോവിന്ദ ആ കാര്യം പറയാണ്. ഞാൻ വരനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ടാണ് ക്വാർട്ടേഴ്സിലേക്ക് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കോളിമ വിളിച്ച് അവനുണ്ടായിരുന്നു അവിടെ. അവൻ വന്ന് കഥ തുറന്നു. പിന്നീട് ആ കാര്യങ്ങളൊക്കെ പറയണം. എന്താ ഗോവിന്ദേട്ടാ, ഗോവിന്ദേട്ടൻ എന്താ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കണം. നീ അങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് പറയാം. ഇല്ല, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. നീ എന്ത് വർത്താനാ വരണേ പറയണേ? നിന്റെ ഭാര്യ എവിടെ ഉണ്ട് രേഖ? അവർക്ക് നിനക്ക് ഒരു ജീവിതം വേണ്ട. നീ ഇങ്ങനെ ഇവിടെ ഒന്ന് താമസിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാവണേ? അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗോവിന്ദേട്ടാ, ഞാൻ ഗോവിന്ദേട്ടൻ പറഞ്ഞിട്ട് അവളെ വിവാഹം കഴിച്ചേ ഗോവിന്ദേട്ടന് വേണ്ടിയാന്ന് പറയണം. ഇത് കേട്ടതും ഗോവിന്ദ് വരന്റെ കഴുത്തിലും കൂടെ കുത്തിപ്പിടിക്കുകയാണ്. നീ എന്താടാ പറഞ്ഞേ? എനിക്ക് വേണ്ടി അവളെ വിവാഹം കഴിച്ചെന്നോ? നീയല്ലേടാ അവളെ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തിയത്. എന്നിട്ട് സല്ലപിക്കാൻ പോരാ, എന്നിട്ട് നീയല്ലേ അവളുടെ കാമുകന്. എന്നിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ തലയിലല്ലേ നീ വെക്കണം. അല്ല ഗോവിന്ദേട്ടാ, ഞാൻ കൂടുതലൊന്നും പറയണ്ട, മര്യാദയ്ക്ക് നീ വീട്ടിലേക്ക് വന്നോണം. എന്നെ കൊണ്ട് അത് പറ്റില്ല. എനിക്ക് അവളുടെ കൂടെയുള്ള ജീവിതത്തിന് പറ്റില്ല. എനിക്ക് അവളെ മടുത്തു. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരില്ല എന്ന് പറയണം. ഓഹോ, അങ്ങനെയല്ല കാര്യങ്ങൾ. നിനക്ക് അവളെ വേണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല, അവളെപ്പോലെ ഒരു പെണ്ണിന് എനിക്ക് എന്തിനാവശ്യം? കാശിന് വകയുണ്ട് അവൾക്ക്. ഒന്നുമില്ലാത്ത ഒരുത്തരത്തിന്ന് ഒരുത്തിന് എന്നെ കൊണ്ട് തലയെ കെട്ടി വെച്ചില്ലേന്ന് ചോദിക്കണം. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യം. എന്നാടാ ഈ കാശൊക്കെ ഉണ്ടായത്? ഒന്നുമില്ലാത്തൊരവസ്ഥ നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നു പണ്ട്. എന്നായ അറക്കൽ കുടുംബം ആയത്, ഇന്നത്തെ നിലയിൽ എത്തിയത്. ഇതിനു മുമ്പ് ഞാനും നീയും രാധികാമ്മയൊക്കെ താമസിച്ചിരുന്ന വീട് നിനക്ക് അറിയായിരുന്നല്ലോ. ഒന്നുമില്ലാത്തൊരു ചെറ്റക്കുടിലായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോ രേഖയുടെ വീടൊക്കെ നല്ല കൊട്ടാരമായിരുന്നു. അതൊന്നും നീ മറക്കരുത്. അത്ര പെട്ടെന്ന് നിനക്കൊന്നും മറക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കണം. പെട്ടെന്ന് അവൻ പറഞ്ഞു, എന്തൊക്കെ ഗോവിന്ദൻ പറഞ്ഞാലും ശരി, എനിക്ക് അവളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അല്ലെങ്കിലും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള എന്ത് യോഗ്യത അവളുള്ളേ? അവൾ എന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നല്ലൊരു പണക്കാരി പെണ്ണിനെയും കിട്ടി ഞാൻ നല്ല സുന്ദരമായിട്ട് ജീവിച്ചാനും. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ജീവിക്കാനുള്ള ഒരു യോഗ്യത അവൾക്കില്ലെന്ന് പറയാ. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, ഇതാ എനിക്ക് അറിയേണ്ടിയിരുന്നേ. നിന്റെ യോഗ്യത നീ ഇപ്പൊ പറഞ്ഞല്ലോ, അവളുടെ യോഗ്യതയെക്കുറിച്ച് സംസാരിച്ചല്ലോ. ഇപ്പൊ നീ നിന്റെ യോഗ്യത പറഞ്ഞു. നിനക്ക് എന്തോ വലിയ യോഗ്യതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവൾക്ക് യോഗ്യതയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞു, അവൾക്ക് യോഗ്യത ഉണ്ടോ ഇല്ലെന്ന് ഞാൻ കാണിച്ചുതരാം. നീ ആ കട്ടിലെ കിടക്കുന്ന ഫയലങ്ങ് എടുക്കാൻ പറയാണ്. അതെന്താ ഗോവിന്ദേട്ട എടുക്കാൻ പറയാണ്. അങ്ങനെ ഗോവിന്ദ് പറഞ്ഞ പ്രകാരം വരുൺ പോയി ആ ഫയൽ എടുക്കുകയാണ്. ഫയലെടുത്ത് വായിച്ചു നോക്കിയ ഗോവിന്ദ് വരുൺ ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി. പെട്ടെന്ന് വരുണൊന്നും മനസ്സിലായില്ല. ഇപ്പം മനസ്സിലായില്ല അവളുടെ യോഗ്യത എന്താന്ന്. രേഖയുടെ പേരിൽ എന്റെ കുറെ സ്വത്തുക്കൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സ്വത്തുക്കളുടെ എല്ലാ അവകാശം അവളായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ സ്വത്തുക്കളൊക്കെ നിനക്കെടുത്ത് കൈകാര്യം ചെയ്യാനോ അതിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലെടുത്ത് ദൂർത്തടിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ അവള് വലിയ കോടീശ്വരി തന്നെയാ. ഇനിയിപ്പം അവളെ വേണമെന്ന് പറഞ്ഞാലും വേണ്ടെന്ന് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. മനസ്സിലായല്ലോ? ഇനിയിപ്പം നിന്നെ അവൾക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നിന്നേക്കാൾ നല്ലൊരു ഭർത്താവിനെ അവൾക്ക് കിട്ടും. അവൾക്ക് വേണം ഇതിനേക്കാൾ നല്ലൊരു ഭർത്താവിനെ ഞാൻ കണ്ടുപിടിച്ച് കൊടുക്കുകയും ചെയ്യും. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ നീ ചെയ്തോളാൻ പറയണം. വരുൺ വെട്ടിലായിപ്പോയി. പിന്നീട് ഗീതയോട് പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചെന്ന് പറയണം. ഇത് കേട്ടെന്ന് ഗീതയോട് ദേഷ്യം വന്നു. ഗീത പോയി ഗോവിന്ദടിച്ചു. അല്ല ഗോവിന്ദൻ തന്നെ യാതൊരു ബോധമില്ലെന്ന് നിൽക്കണം. എന്ത് കാര്യമാണ്? പണം കൊടുത്ത് രേഖേച്ചിക്ക് കുറെ സ്വത്തുക്കൾ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് വരുണേട്ടൻ രേഖേച്ചിട്ട് സ്നേഹിക്കുന്നു ഗോവിന്ദേട്ടൻ തോന്നുന്നുണ്ടോന്ന് ചോദിക്കണം. അവൻ സ്നേഹിക്കും, അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യം. അതൊക്കെ വെറും ഗോവിന്ദന്റെ ഒരു ധാരണ മാത്രം. ഒരു കാരണവശാലും വരുണേട്ടൻ രേഖച്ചനെ സ്നേഹിക്കാൻ പോകുന്നില്ല. ആ പണത്തോടുള്ള ആർത്തി മാത്രമാണ് വരുണേട്ടനുള്ളത്. ആ പണം കണ്ടുകൊണ്ട് മാത്രമാ. ഇതും എനിക്കറിയാവുന്ന ഗോവിന്ദൻ പറയാണ്. നീ എന്നെ എന്തെക്കുറിച്ച് വിചാരിച്ചേ? പിന്നെ വലിയ ബുദ്ധിമാനാന്നാ വിചാരം, പക്ഷെ തലയ്ക്കകത്ത് ഒന്നുമില്ലെന്നുള്ള കാര്യം എനിക്കറിയാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദൻ പറഞ്ഞു, അതെ എന്റെ ബുദ്ധി അളക്കാൻ നീ ആയിട്ടില്ലെന്ന് പറയണം. പിന്നെ അല്ലാതെ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ സ്വത്തിന് വേണ്ടി മാത്രമാ രേഖിച്ചെടുത്ത് വരുണേട്ടൻ ഇപ്പൊ സ്നേഹം അഭിനയിക്കുന്നത്. നാളെ ഒരു പക്ഷെ രേഖച്ചനെ ഇല്ലാതാക്കിയിട്ട് വരുണേട്ടൻ ആ സ്വത്ത് എടുക്കും. അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമെന്ന് പറയാം. ഇത് കേട്ടെന്ന് ഗോവിന്ദൻ ചിരിച്ചു. നീ എന്താ വിചാരിച്ചേ? ഞാൻ അത്ര പൊട്ടനാണോ? എനിക്കറിയാലോ. ഈ സമയം ഗീത പറഞ്ഞു, ഒന്നും അറിയത്തില്ല. എന്തായാലും അറിയാമായിരുന്നെങ്കിൽ അത്രയും വലിയ കള്ളത്തരങ്ങളൊക്കെ ഓഫീസിൽ കാണിച്ചിട്ട് കമ്പനി കാണിച്ചിട്ട് അതുപോലും പിടിച്ച് എടുക്കാൻ പറ്റിയില്ല. പിന്നെയല്ലേ ഇനി വരുണേട്ടന്റെ കള്ളത്തരം കണ്ടുപിടിക്കാൻ പോകുന്നത്. നിനക്കറിയില്ല ഗീതു, അവൻ എന്തേലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ എനിക്ക് മനസ്സിലാവുമെന്ന് പറയാം. പിന്നെ മനസ്സിലാവും. അതെ, വരുണ അല്ലാച്ചുള്ള തട്ടിപ്പുകളൊക്കെ കമ്പനി നടത്തുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ അതൊക്കെ ഞാൻ അങ്ങോട്ട് കണ്ണടച്ച് വിടുന്ന. അങ്ങനെയാണോ രേഖയുടെ ജീവിതം? രേഖയുടെ ജീവിതം വെച്ച് എനിക്ക് പന്താടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ അതിനകത്ത് പ്രത്യേകം ഒരു വാചകം കൂടെ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. വാചകം അതെന്താ? അത് അവൻ വായിച്ച് മനസ്സിലാക്കുകയും ചെയ്ത കാര്യമാണ്. കാരണം രേഖയ്ക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വത്തുക്കൾ മൊത്തം അനാഥാലയത്തിലേക്ക് ചെന്ന് ചേരുമെന്ന്. ഇത് കേട്ടതും ഗീതുവിന് ഒരു കാര്യം മനസ്സിലായി. ഗോവിന്ദ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഓഹോ, അപ്പൊ കണ്ണേട്ടന്
അനിയന്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാല്ലേ, അനിയൻ അത്ര നല്ല ഫ്രോഡാന്ന് അറിയാല്ലേ, എല്ലാം അറിഞ്ഞോണ്ടല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം ഗോവിന്ദന്റെ ഉത്തരം മുട്ടി. ഗോവിന്ദന് പിന്നെ വേറെ മറുപടിയും പറയാനില്ലായിരുന്നു. പിന്നീട് കാണിക്കുന്നത് രേഖയുടെ അടുത്തേക്ക് വരുവാണ്. അവർ മുറി വെച്ച് സംസാരിക്കുക. ഈ സമയത്ത് രേഖയോട് പറഞ്ഞു, അതെ എനിക്ക് കുറെ തെറ്റുകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കുക. അറിയാലോ, അറിവില്ലാതെ കൊണ്ട് ചെയ്തു പോയതാ. പക്ഷെ ഇനി അങ്ങനെയല്ല, നമ്മൾ തമ്മിൽ നല്ലൊരു ജീവിതം നയിക്കണം. എന്തുകൊണ്ടാണല്ലേ ഞാൻ ഇത്രയും കാലം നിന്നെ അംഗീകരിക്കാൻ കഴിയാതെ തന്നെ? കാരണം പെട്ടെന്ന് ഇടപെടിയുന്ന ഒരു കല്യാണമായിരുന്നു നമ്മുടെ രണ്ടുപേരുടെ. ഞാൻ മനസ്സുകൊണ്ട് ഒട്ടും പ്രിപ്പയർ അല്ലായിരുന്നു നിന്നെ വിവാഹം കഴിക്കാനായിട്ട്. പെട്ടെന്ന് അങ്ങനെ സാധിച്ചിട്ട് ഗോവിന്ദയുടെ കല്യാണം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് നിന്നോട് ദേഷ്യമാണ് തോന്നിയത്. നമ്മൾ എത്രയോ കാലം നന്നായിട്ട് പ്രണയിച്ച് നടന്നവരാ. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അമ്മേനെയൊക്കെ വെറുപ്പിച്ച് നിന്റെ കഴുത്തിൽ താലി ആർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഒഴിവാക്കിയിരുന്നത്. പക്ഷെ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ രണ്ടും നല്ല സ്നേഹത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നു പറയാം. പെട്ടെന്ന് രേഖയ്ക്ക് മനസ്സിലായി എന്തോ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. രേഖ പറഞ്ഞു, ഒരു ദിവസം കൊണ്ടൊന്നും ഒരു മാറ്റവും വരനേട്ടം വരാനുണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. വരനേട്ടന് ഈ മാറ്റത്തിന്റെ പിന്നിൽ എന്താണെന്നും എനിക്കറിയില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, വരനേട്ടൻ ആത്മാർത്ഥമായിട്ടല്ല ഇത് പറയണേന്ന്. പെട്ടെന്ന് വരും പറഞ്ഞു, അങ്ങനെ പറയരുത് രേഖയെ, പണ്ടത്തെ പോലെയല്ല. എനിക്കിപ്പോൾ നീ ഭയങ്കര ഇഷ്ടമാ. എനിക്ക് എൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് പറയാം. പക്ഷെ ഇതിനകത്ത് എന്ത് മാജിക്കാന്ന് എനിക്ക് അറിയത്തില്ല വരണേട്ടാ. എൻ്റെ മനസ്സിലുള്ള പെട്ടെന്നൊന്നും അങ്ങനെ പോകാൻ പോകുന്നില്ല. കാര്യം എന്തറിയോ, വരണേട്ട എന്നോട് ചെയ്ത ചതി. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി. ഏതൊരു ഭാര്യ അർഹിക്കുന്ന ഇച്ചിരി സ്നേഹവും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ എൻ്റെ കൺമുന്നിൽ വെച്ച് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ഗോവിന്ദേട്ടൻ നിന്നത്. ഏതൊരു ഭാര്യയും സഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അടിച്ചാലും ഇടിച്ചാലും അവൾ എന്ത് ചീത്ത പറഞ്ഞാലും അവൾ സഹിക്കും. പക്ഷെ മറ്റൊരുത്തിലൂടെ സ്വന്തം ഭർത്താവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ, കാണാൻ പാടില്ല സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒരിക്കലും അത് സഹിക്കാനോ ക്ഷമിക്കാനോ പറ്റില്ല. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കറുത്ത ഏടായിരിക്കും അത്. അതുകൊണ്ട് അങ്ങനത്തെ ഉള്ള കാര്യം അതെന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ആ രംഗം. അതുകൊണ്ട് എനിക്ക് വരുണേട്ടനുമായിട്ട് അത്ര പെട്ടെന്നൊന്നും അടുക്കാൻ പറ്റില്ലെന്ന് പറയാം. വരും വന്നിട്ട് പറഞ്ഞു, എനിക്കും മനസ്സിലായി നിന്റെ വിഷമം, എനിക്ക് മനസ്സിലായി. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതൊക്കെ സംഭവിച്ചു പോയതാ. എന്നോട് ക്ഷമിക്ക്. ഇനി അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഞാനല്ലേ വാക്ക് തരുന്നേ. ഇത് കേട്ടപ്പം ജയഹ പറഞ്ഞു, വരുണേട്ടൻ ഒരുപക്ഷെ വരുണേട്ടൻ്റെ മനസ്സിലൊക്കെ മാറ്റം ഉണ്ടായി കാണുമായിരിക്കും. പക്ഷേ എങ്കിൽ എനിക്ക് മാറാൻ കുറച്ച് സമയം വേണം. പെട്ടെന്നൊന്നും ഞാൻ വരുണേട്ടനെ വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ സമയം രേഖ മനസ്സിൽ പറയാ, വരുണേട്ടൻ മനസ്സിന് മാറ്റം വന്നെന്ന് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് വരുണേട്ടനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്കറിയാം വരുണേട്ടനെ എന്താ ഏതാന്നുള്ളൂ. ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം വന്ന് എൻ്റെ മുന്നിൽ ഒന്ന് സ്നേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്നേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വരുണേട്ടനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങനെ രേഖ മനസ്സിൽ പറയുക. ഈ സമയത്താണ് വരുണിന്റെ ഫോൺ ബെല്ലടിച്ചേ. നോക്കിയപ്പോൾ സുവർണയെ വിളിച്ചോണ്ടിരിക്കണേ. ഇതൊക്കെ രേഖ കണ്ടു. രേഖ കണ്ടതേ, ഒരു കാര്യം ചെയ്യേ, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, എനിക്ക് കുറെ പണിയുണ്ട്. ആ കോളെടുത്ത് സംസാരിക്കാൻ പറയാണ്. വരുൺ അടികെട്ടിയോടെപ്പോയി. ഇത് പറഞ്ഞ് രേഖ അങ്ങോട്ട് മുറിക്കകത്ത് പുറത്തിറങ്ങുമ്പോൾ സുവർണയുടെ കോൾ എടുക്കുക. എന്താന്ന് ചോദിക്കുകയാണ്. ഇത് എങ്ങോട്ടാ വരുൺ സാറ് പോയത്? ഞാൻ എത്ര സമയമായെന്നറിയോ ഈ മുറിക്കകത്ത് പെട്ടിരിക്കുന്നേ? അതും മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. ഇതെന്ത് പരിപാടിയാണ് കാണിച്ചേ? അല്ല, അത് പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ഗോവിന്ദന്റെ കൂടെ പോരേണ്ടി വന്നു. അന്നെങ്കിൽ പിന്നെ എന്ത് പരിപാടി? എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാൻ വരായിരുന്നോ? അല്ലെങ്കിൽ എന്നെ മുറിക്ക് പുറത്താക്കിയിട്ട് പോകാൻ വരായിരുന്നോ? ഇതിപ്പോ മുറിക്കകത്ത് പൂട്ടിയിട്ടേക്കുമല്ലേ? കൃത്യം ഗോവിന്ദേട്ടൻ വന്ന സമയത്ത് നീ എവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു പറയാം. അതെ, ഞാൻ ഗോവിന്ദനെ കണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വാഷ്റൂമിൽ കയറി ഒളിച്ചിരുന്നത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു സുവർണ, ഇനിയിപ്പോൾ റൂമിലെങ്ങാനും വരുന്ന ഗോവിന്ദേട്ടൻ തപ്പൂന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല, ഭാഗ്യം. പക്ഷെ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും, എനിക്ക് ഇറങ്ങാൻ പറ്റണ്ടേ, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണേ. ഇത് കേട്ടതും വരുമ്പോഴേ എനിക്കിപ്പോൾ വരാൻ പറ്റില്ല. ഇതെന്ത് പരിപാടിയാ വരുൺ സാറെ കാണിച്ചത്? ഞാനോടത്ത് ഇപ്പൊ വരുൺ സാറ് വന്ന് എന്നെ രക്ഷിക്ക് ബാത്റൂമിൽ തന്നെ വിളിച്ചിറക്കുമെന്ന് ഓർത്ത് ഞാൻ കാത്തിരിക്കാതെ എത്ര മണിക്കൂറുകളായെന്നറിയാവോ? എന്ത് പരിപാടി? എന്നാലും കഷ്ടമായി പോയിട്ടെന്ന് പറയണം. ഒരു കാര്യം ചെയ്യുക, നീ ആ റിസപ്ഷനിൽ വിളിച്ചു പറഞ്ഞ തുറക്കാൻ പറ, മുറി തുറക്കാൻ പറ. മുറി തുറന്ന് നീ പൊക്കോ. എനിക്കിപ്പം കുറച്ച് ദിവസത്തേക്ക് നിന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല എന്ന് പറയാണ്. ഇത് കേട്ടത് ദേഷ്യപ്പെട്ട് സുവർണ കോള് കെട്ടിയ. ഈ സമയം വരുമ്പോൾ മനസ്സ് വിചാരിക്കുക, ഇനി കുറച്ച് നാളത്തേക്ക് അവളുമായിട്ടൊരു അകലം പാലിക്കണം. ദേഹയുമായിട്ട് അടുത്തേ പറ്റുള്ളൂ. എല്ലാവരെയും ഒന്ന് വിശ്വസിപ്പിക്കണം. ദേഹേനെയും വിശ്വസിപ്പിക്കണം, തനിക്ക് അവളോട് ഇഷ്ടമാണെന്നുള്ള കാര്യം. അങ്ങനെ വരുന്ന പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.